السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 262 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ റെഫർ ചെയ്യുന്ന മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇത് പഠിക്കുന്നവർ, റെഫർ ചെയ്യുന്നവർ, പിന്നീട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 262 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين إنا نحن نزلنا الذكر وإنا له لحافظون ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون صدق الله العلي العظيم. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ പുതിയൊരു സൂറയും ആരംഭിക്കുകയാണ്. 13 ജുസ്ഉകൾ നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ് വശുക്ർ ലക അല്ലാഹ്. 14ാമത്തെ ജുസ്ഇലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂറത്തുൽ ഹിജറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ ഹിജറിൻ്റെ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതി വെച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇതേപോലെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിച്ച് പൂർത്തിയാക്കുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. സൂറത്തുൽ ഹിജർ എന്നാണ് ഈ സൂറയുടെ പേര്. സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത സമൂദ് ഗോത്രം താമസിച്ചിരുന്ന പ്രദേശത്തിൻ്റെ പേരാണ് അൽ ഹിജർ. സൂറത്ത് ഹൂദിൽ ഇവരെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് 61 മുതൽ 68 വരെയുള്ള ആയത്തുകളിൽ. ഇന്നത്തെ സൗദി അറേബ്യയിൽ മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള റോഡിൽ 515 കിലോമീറ്റർ ചെന്നാൽ തൈമ എന്നൊരു പട്ടണമുണ്ട്. അതിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലമടക്കുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് അൽ ഹിജർ. മലകളിൽ പാറകൾ തുരന്നായിരുന്നു അവർ വീടുണ്ടാക്കിയിരുന്നത്. സൂറത്തുൽ ആറാഫ് 74, സൂറത്തു ഷുഅറ 149, നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറയിൽ 82 ഇവിടെയൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. വിദൂരതയിൽ നിന്ന് കാണുമ്പോൾ ചേർന്ന് നിൽക്കുന്ന പർവ്വത ശൃംഖലയാണെന്ന് തോന്നുമെങ്കിലും ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുന്ന വലിയ പർവ്വതങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. കയറിപ്പോകാൻ വളരെ പ്രയാസകരമാണത്. സമൂദ് ഗോത്രത്തിന് പ്രസിദ്ധമായ കിണർ അവിടെയാണുള്ളത്. ഈ ഹിജ്റുകാരെ കുറിച്ച് ഇനിയുള്ള സൂറയിൽ 80 മുതൽ 84 വരെയുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ സൂറത്തുൽ ഹിജ്ർ എന്ന് പേര് പറയാൻ കാരണം. മക്കയിലാണ് അവതരിച്ചത്. സൂറ മക്കിയയാണ്. 99 ആയത്തുകളാണുള്ളത്. 554 പദങ്ങളുണ്ട്. 2760 അക്ഷരങ്ങളും ഉണ്ട്. മീം, ലാം, നൂൻ ഇങ്ങനെ ഒരു അക്ഷരത്തിലാണ് എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത്. ലാമിൽ അവസാനിക്കുന്ന 2 ആയത്തുകളാണുള്ളത്, 74ഉം 75ഉം.
ഈ അധ്യായവും തൊട്ടു മുമ്പിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സൂറത്ത് ഇബ്രാഹിമും ഉള്ളടക്കത്തിൽ സാദൃശ്യമുണ്ട്. രണ്ടിൻ്റെയും ആരംഭം പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ആയത്തുകളാണ്. അന്ത്യനാളുകളിലെ സത്യനിഷേധികളുടെ അവസ്ഥ രണ്ട് സൂറയിലും ചർച്ചയാകുന്നുണ്ട്. ആകാശഭൂമികളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുക, ഇത് രണ്ട് സൂറയിലും ഉള്ള വിഷയമാണ്. പ്രവാചക ശ്രേഷ്ഠന്മാരായ അമ്പിയാക്കളുടെ മതപ്രബോധനവും സത്യനിഷേധികളുടെ നിലപാടുകളും ഈ സൂറയിൽ പ്രമേയമാകുന്നുണ്ട്. സമസ്ത പ്രവാചകന്മാരോടും സന്ധിയില്ലാ സമരം എന്ന നയമാണ് നിഷേധികൾ എക്കാലത്തും സ്വീകരിച്ചു വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ വിഷയം പറഞ്ഞിരുന്നു. മുഴുവൻ പ്രവാചകന്മാരും പരിഹാസങ്ങൾക്കും അസഭ്യങ്ങൾക്കും അക്രമങ്ങൾക്കും നിഷേധത്തിനും വിധേയരായിട്ടുണ്ട്. നിഷേധികളുടെ പാരമ്പര്യവും സ്വഭാവവും കീഴ്വഴക്കവുമാണത്. വേറെ മറിച്ചൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്. അങ്ങേക്കും അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതൊരു പുതിയ സംഗതിയല്ല എന്നർത്ഥം. അള്ളാഹു മനുഷ്യൻ്റെ സന്മാർഗപ്രാപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായതെല്ലാം അള്ളാഹു തആല സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചം തന്നെയും ഒരു തുറന്ന പുസ്തകമാണ്. കണ്ണു തുറന്നു നോക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിനെ കണ്ടുപിടിക്കാനും സന്മാർഗത്തിലെത്താനും പര്യാപ്തമാണ് ഈ തുറന്നു കിടക്കുന്ന പ്രപഞ്ചം തന്നെ. അതുകൊണ്ട് തന്നെ പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും ഈ സൂറയിൽ പരാമർശം വരുന്നുണ്ട്. ആകാശങ്ങൾ, ഭൂമി, കാറ്റുകൾ, നക്ഷത്ര ഭ്രമണപഥങ്ങൾ, പർവ്വതങ്ങൾ, സസ്യങ്ങളുടെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങി പലതും. ബുദ്ധിയും ചിന്താശീലവുമുള്ള മനുഷ്യനോട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി നിരന്തരം ഉദ്ഘോഷിക്കുന്ന വസ്തുക്കളാണ് ഈ പറഞ്ഞതൊക്കെ. സത്യം അറിയണമെന്ന്, അതിൻ്റെ വക്താക്കളാകണമെന്ന് ബോധമുള്ളവർക്ക്, നിഷ്പക്ഷ ബുദ്ധിമതികൾക്ക് ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. അല്ലാത്തവർക്ക് ഇപ്പോൾ എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായാലും നിഷ്ഫലമായിരിക്കും. പല നാട്ടുകാരും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു. ആ ഗണത്തിൽ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആളുകളായ മദിയൻകാരും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരായ ആളുകളും ഖുർആനിൽ പലയിടത്തും ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ സൂറയിലും ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും അല്ലാഹു തആല പറയുന്നുണ്ട്. മക്കക്കാരായ ആളുകൾ, മുശ്രിക്കീങ്ങൾ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന ആളുകളാണ്. ആ സിറിയയിലേക്ക് പോകുന്ന യാത്രാ വഴിയിലുള്ള സ്ഥലമാണ് അൽ ഹിജർ. അതേപോലെ മദിയൻ, അതേപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാടായ സദൂം. ഇവിടെയൊക്കെ ഈ വഴിയിലൂടെയാണ് അവർ പോകുന്നത്. ഈ നിഷേധികളുടെ അവസ്ഥകളും അവരുടെ ദയനീയമായ പരിണതിയുമൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവർ. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അങ്ങനെ ആ ഒരു വിഷയമാണ് ഖുറൈശിനെ മക്ക മുശ്രിക്കീങ്ങൾ അല്ലാഹു തആല ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുന്നത്. നിങ്ങളെന്ത് നടന്നു പോകുന്ന വഴിയല്ലേ അത്? അങ്ങനെ പോയവരാണ്. നിങ്ങൾക്കതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങളും എൻ്റെ റസൂലിനെ നിഷേധിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കും ഇതേപോലെ ഗതി വരൂലേ? ഒന്നാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. അലിഫ് ലാം റാ. ഇത് നമ്മൾ മുമ്പ് പലപ്പോഴും പല സൂറകളുടെയും തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില ഖണ്ഡിതാക്ഷരങ്ങൾ കൊണ്ട്, അൽ ഹുറൂഫുൽ മുഖത്താഅത്ത്, അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പല സൂറകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പരിശുദ്ധ ഖുർആൻ അറബികളെ വെല്ലുവിളിക്കുകയാണ്. അലിഫ്, ലാം, മീം, നൂൻ, റാ ഇതേപോലെയുള്ള നിങ്ങൾക്ക് സുപരിചിതമായ അക്ഷരങ്ങൾ ചേർന്ന അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. നിങ്ങൾ വലിയ സാഹിത്യപ്പെടുക്കണമല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതേപോലത്തെ ഖുർആൻ കൊണ്ടുവരൂ എന്ന് അവരെ വെല്ലുവിളിച്ചതാണ് എന്നാണ് ഒരഭിപ്രായം. വേറെയും ഒരുപാട് അഭിപ്രായങ്ങൾ ഈ അക്ഷരങ്ങളെക്കുറിച്ചുണ്ട്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഈ ഖുർആനിൽ ഇനി വിവരിക്കപ്പെടാൻ പോകുന്നത് സാഹിത്യ സമ്പുഷ്ടമായ സ്ഫുടമായ സന്മാർഗദർശകമായ ഖുർആനിലെ സൂക്തങ്ങളാണ്. അതാണ് പറയുന്നത്. തിൽക ആയാതുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. തിൽക ഇവ, അല്ലെങ്കിൽ അത് എന്നാണ് ഈ ഖുർആനിലെ ആയത്തുകൾ. ആയാത്തുൽ കിതാബി പവിത്രമായ ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്. ഖുർആനിൻ മുബീൻ സ്പഷ്ടമായ ഖുർആനിലെ ആയാത്തുകളുമാണ്. ആയാത്തുൽ കിതാബി പവിത്രമായ ഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണിത്. ഖുർആനിൻ മുബീൻ സ്പഷ്ടമായ ഖുർആനിലെയും സൂക്തങ്ങളാണ്. രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. സത്യനിഷേധികളുടെ മനംമാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും സത്യത്തെക്കുറിച്ച് നിരന്തരം കേട്ടിട്ടും സന്മാർഗം പുറംകാൽ കൊണ്ട് തട്ടിമാറ്റിക്കളയുന്ന ധിക്കാരികളായ അവിശ്വാസികൾ, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചും പരിഹസിച്ചും നടക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ പശ്ചാത്തപിക്കും. നാളെ അവർ ഖേദിക്കേണ്ടി വരും. അവരുടെ ചെയ്തികൾ ഓർത്ത് അവർ വിലപിക്കേണ്ടി വരും. തങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് അവർ ആഗ്രഹിച്ചു പോകും പല സന്ദർഭങ്ങളിൽ.
അതാണ് രണ്ടാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റുബമാ ഒരു വേള അല്ലെങ്കിൽ പലപ്പോഴും, യവദ്ദു ആഗ്രഹിച്ചു പോകുന്നതാണ്. ആരാഗ്രഹിക്കുന്നത്? അല്ലദീന കഫറൂ സത്യനിഷേധികളായ ആളുകൾ. എന്താണ് ആഗ്രഹിക്കുന്നത്? ലൗ കാനൂ മുസ്ലിമീൻ, തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അപ്പം ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് സത്യനിഷേധികൾ പലപ്പോഴും ആശിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു വേള അവർ ആശിച്ചു പോകുന്നതാണ്. രണ്ടർത്ഥം പറയാം. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിലുള്ള മുഅ്മിനീങ്ങളോട് സത്യനിഷേധികൾ ചോദിക്കുമത്രേ, നിങ്ങൾ മുസ്ലിങ്ങളല്ലേ, പിന്നെ ഞാൻ നരകത്തിലെത്തിയത്? ഞങ്ങൾ കാഫിര്യങ്ങളായിട്ടോ നരകത്തിലെത്തി. ശരി, നിങ്ങൾ മുസ്ലിമുകളായിട്ട് പിന്നെയും നരകത്തിലെത്തി. അപ്പം നിങ്ങൾക്ക് ഈ ഈമാൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട് എന്ത് നേട്ടം കിട്ടിയത്? ഈ സംസാരം അള്ളാഹു കേൾക്കുമത്രേ. തത്സമയം ശിക്ഷയുടെ നിശ്ചിത സമയം കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മാപ്പിന് വിധേയമായതുകൊണ്ടോ സത്യവിശ്വാസികളായിരുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ കാഫിര്യങ്ങളും മുഅ്മിനീങ്ങളും നിങ്ങൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അള്ളാഹു തആല എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒന്നുകിൽ ശിക്ഷാന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് പുറത്തുമാപ്പ് കൊടുത്തിട്ട്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കാഫിര്യങ്ങൾ പറയുമത്രേ, ആഗ്രഹിക്കുമത്രേ, നമ്മളും മുസ്ലിമീങ്ങളായിരുന്നു എത്ര നന്നായിരുന്നു, അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോകാമായിരുന്നല്ലോ അല്ലേ? ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി എന്ന്. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഇവിടെ റുബമ എന്നും വായിക്കാം, റുബമ എന്നും വായിക്കാം. രണ്ട് ഖിറാഅത്തും, രണ്ടാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ, ഒരു വേള, ഒരു പക്ഷേ എന്നിങ്ങനെ അല്പത്വത്തെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. വേറെ ചിലപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ആധിക്യം സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. അതായത് പലപ്പോഴും ആഗ്രഹിക്കുമെന്നുമാവാം, ഒരു വേള ആഗ്രഹിക്കുമെന്നുമാവാം. അവിശ്വാസികൾ ഇപ്പോൾ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണെങ്കിലും വഴിയെ അവർ തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പലപ്പോഴും കൊതിച്ചു പോവുക തന്നെ ചെയ്യും. അത്തരം അവസരങ്ങൾ ഖുർആനിലും ഹദീസുകളൊക്കെ ധാരാളം പറയപ്പെട്ടത് കാണാം. മരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുമത്രേ, ഖിയാമത്ത് നാളിൽ അവർ ആഗ്രഹിക്കും, വിചാരണ വേളയിൽ ഭയാനകതകൾ കാണുമ്പോൾ അവർ ആഗ്രഹിക്കും, സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്കും അവിശ്വാസികളെ നരകത്തിലേക്കും വേർതിരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കും. ഇങ്ങനെ നരകത്തിലെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുമ്പോൾ അവരിത് ആഗ്രഹിക്കും. സത്യവിശ്വാസികളായ പാപികളുടെ നരകശിക്ഷാക്കാരുടെ കാലാവധി കഴിഞ്ഞ ശേഷം അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നരകത്തിൽ മോചിപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴും അവർ ആഗ്രഹിക്കും, ഞങ്ങളും അവരെ പോലെ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നിഷേധിക്ക് ശിക്ഷയുണ്ടാവുന്ന ഓരോ ഘട്ടത്തിലും സത്യവിശ്വാസിയുടെ ക്ഷേമവും സൗഖ്യവും കാണുന്ന ഓരോ സമയത്തും ഞാനും മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാഫിർ കൊതിച്ചു പോകും എന്ന് ഇമാം സജ്ജാർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അങ്ങനെയാണ് വിശദീകരണം കൊടുത്തത്. സൂറത്തുൽ അൻആം 27-ാം ആയത്തും ഇതേ വിഷയം പറയുന്നുണ്ട്. നിഷേധികൾ നരകത്തിൻ്റെ വക്കത്ത് ഹാജരാക്കപ്പെടും. അപ്പോൾ അവർ ഇങ്ങനെ പറയുമത്രേ, ഒരിക്കൽ കൂടെ നാം മുൻ ലോകത്തേക്ക് മടക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കാതിരിക്കുകയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ രംഗം വളരെ ഭീതിതമായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ശരി, ഇനി നമ്മൾ 3-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികളെ കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്യുകയാണ്. ഇനി എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും എത്രയൊക്കെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി ദീനിലേക്ക് ക്ഷണിച്ചിട്ടും ധിക്കാരം തുടരുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. അള്ളാഹു നബിയോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരങ്ങനെ അവരെ വിട്ടേക്കൂ. തൽക്കാലം അവരങ്ങനെ കുറച്ചു കാലം തിന്ന് സുഖിച്ച് മതിച്ച് കൂത്താടി നടക്കട്ടെ. താമസിയാതെ അവരുടെ ആയുസ് തുടങ്ങാൻ പോവുകയാണ്, ആയുസ് തീരാൻ പോവുകയാണ്. ഈ ധിക്കാരത്തിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹുമുൽ അമലു ഫസൗഫ യഅലമൂൻ. ദർഹും, അവരെ വിട്ടേക്കുക നബിയെ, അങ്ങ് അവരെ വിട്ടേക്കുക. യഅകുലു, അവർ തിന്നട്ടെ, വയതമത്തഉ, ആഹ്ലാദ നൃത്തം ചവിട്ടട്ടെ അല്ലെങ്കിൽ സുഖിക്കട്ടെ, വയുൽഹിഹുമുൽ അമൽ, വ്യാമോഹങ്ങളിൽ വിലയം പ്രാപിക്കട്ടെ. വയുൽഹിഹും എന്ന് പറഞ്ഞാൽ അവരെ അശ്രദ്ധരാക്കട്ടെ, അൽ അമലു, വ്യാമോഹങ്ങൾ, മോഹങ്ങൾ, അതാണ് ചുരുക്കർത്ഥം. എന്ന് പറഞ്ഞാൽ യഅകുലു, അവർ തിന്ന് നടക്കട്ടെ, വയതമത്തഉ, അവർ സുഖിച്ച് നടക്കട്ടെ, ആഹ്ലാദ നൃത്തം ചവിട്ടി സുഖിച്ചു നടക്കട്ടെ, വയുൽഹിഹുമുൽ അമൽ, വ്യാമോഹങ്ങളിൽ വിലയം പ്രാപിച്ച് അങ്ങനെ നടക്കട്ടെ. ഫസൗഫ യഅലമൂൻ, വഴിയെ അവർ വിവരമറിയുന്നതാണ്. 4-5 ആയത്തുകൾ നോക്കാം.
ഇത്ര ഗുരുതരമായ മുന്നറിയിപ്പും താക്കീതും അന്ത്യശാസനവും ഒക്കെ അള്ളാഹു തആല നൽകിയിട്ടും പിന്നെ എന്താ ശിക്ഷ ഇങ്ങോട്ട് വരാത്തത് എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ സംശയിക്കുന്നുണ്ടാവാം. അതിന് മറുപടിയാണ് ഇനി പറയുന്നത്. ശിക്ഷ വരിക എന്നത് അത് തമാശയല്ല. അത് വ്യവസ്ഥാപിതവും മുൻനിശ്ചയപ്രകാരവുമേ സംഭവിക്കുകയുള്ളൂ. ഒരു ജനതയുടെ നാശം എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചില നിയമങ്ങളും വ്യവസ്ഥകളും അടങ്ങുന്ന ഓരോ വിധികൾ, ഓരോ അവധികൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ആ അവധി എത്തുമ്പോഴേ അത് സംഭവിക്കും. അതിന് മുമ്പോ പിമ്പോ ഒരിക്കലും അത് സംഭവിക്കില്ല. അതുപോലെ ഈ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരവധിയുണ്ട്. ആ അവധി വരുമ്പോൾ അവരുടെ ഉഴവും വരും. അള്ളാഹുവിൻ്റെ നിർണയം, തീരുമാനം മറികടക്കാൻ ആർക്കാ കഴിയുക? ആർക്കും കഴിയില്ല. അത് മുന്നിലേക്കാണെങ്കിലും പിന്നിലേക്കാണെങ്കിലും അങ്ങനെ തന്നെ. നോക്കൂ 4ഉം 5ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അഹ്ലക്നാ മിൻ ഖർയത്തിൻ ഇല്ലാ വലഹാ കിതാബും മഅലൂം മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ വമാ യസ്തഖിറൂൻ. വമാ അഹ്ലക്നാ, നമ്മൾ സംഹരിച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല, മിൻ ഖർയത്തിൻ, ഒരു നാടും, ഇല്ലാ വലഹാ കിതാബും മഅലൂം, നിശ്ചിത അവധി അനുസരിച്ചല്ലാതെ, അതിനൊരു നിശ്ചിത അവധി ഉണ്ടായിട്ടല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ അവധിക്കനുസരിച്ച് നശിപ്പിക്കുള്ളൂ എന്നർത്ഥം. ഇല്ലാ വലഹാ കിതാബും മഅലൂം, നിശ്ചിത അവധി അനുസരിച്ചല്ലാതെ. മഅലൂം എന്ന് പറഞ്ഞാൽ നിശ്ചിതമായി അറിയപ്പെട്ട എന്നർത്ഥം. കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അവധി. നിശ്ചിത അവധി അനുസരിച്ചല്ലാതെ ഒരു നാടും നാം സംഹരിച്ചിട്ടേ ഇല്ല. മാ തസ്ബിഖ് മിൻ ഉമ്മത്തിൻ, ഒരു സമുദായവും വിട്ടുകടക്കുന്നതും അല്ല, മുന്നോട്ട് പോകുന്നതുമല്ല, അജലഹ, അതിൻ്റെ അവധി വിട്ട്. ഒരു സമുദായവും അതിന് നിശ്ചയിച്ച അവധി വിട്ട് മുന്നോട്ട് പോകുന്നതല്ല, വമാ യസ്തഖിറൂന, പിന്നോട്ടോ പോകുന്നതുമല്ല. അവർക്ക് നിശ്ചയിച്ച അവധി അവരുടെ കഥ തീരും. ആ അവധിയിൽ നിന്ന് മുന്നോട്ട് പിന്നോട്ടോ പോകില്ല. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ, ഒരു സമുദായവും അതിന് നിർണയിക്കപ്പെട്ട അവധി വിട്ട് മുന്നോട്ടോ വമാ യസ്തഖിറൂൻ, പിന്നോട്ടോ പോകുന്നതല്ല. നിർണയിക്കപ്പെട്ട ആ അവധി വിട്ട് ഒരു സമുദായവും മുന്നോട്ടോ പിന്നോട്ടോ പോകുന്നതല്ല. 6-ാമത്തെ ആയത്ത് നോക്കാം. അള്ളാഹുവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടവനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പരിഹസിക്കുകയാണ് മുശ്രിക്കുകൾ. അതാണ് ഇനി പറയുന്നത്. അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നീ ഭ്രാന്തൻ തന്നെയാണ് എന്ന്. അള്ളാഹുവിങ്കിൽ നിന്ന് വേദം ഇറക്കപ്പെട്ടവനെ എന്ന് വിളിക്കും, കളിയാക്കാൻ. എന്നിട്ട് പറയും നീ ഭ്രാന്തനാണ്. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. 6-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. വഖാലൂ, അവർ പറഞ്ഞു, അവർ ജൽപ്പിച്ചു, നിഷേധികളായ ആളുകൾ ജൽപ്പിച്ചു. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ, ഖുർആൻ അവതരിക്കപ്പെട്ടവനെ. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു, ഖുർആൻ അവതരിക്കപ്പെട്ടവനെ, ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ. ഇന്നക, തീർച്ചയായും നീ, ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെയാണ്. ദിക്ർ അല്ലെ, നുസ്സില അലൈഹി ദിക്ർ. ദിക്ർ എന്ന വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം വരാമെന്നാണ്. സ്മരണ എന്നർത്ഥമുണ്ട്, പ്രമാണം, കീർത്തി, പറയുക, ഇതിനൊക്കെ അർത്ഥം വരാം. പ്രമാണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ ദിക്റിനോട് അൽ ചേർന്നാൽ, അലിഫ്ലാം ചേർന്നാൽ അൽ ദിക്ർ എന്ന് പറയും. അപ്പോൾ പിന്നെ അതൊരു പ്രത്യേക പ്രമാണമാണ് എന്ന് ഉദ്ദേശം. ഇവിടെ പരിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ് എന്ന് വ്യക്തമാണ്. അത് ദിക്ർ. ഇനി 9-ാം ആയത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഈ വിഷയം ഒന്നും കൂടെ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. സൂറത്തുൻ നഹ്ൽ 43, 44 എന്നീ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളും ഈ വിഷയം നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നക ലമജ്നൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്ന വിഷയങ്ങളിലുള്ള പ്രതിഷേധവും നിഷേധവുമാണ് ഇങ്ങനെ പരിഹസിക്കാൻ കാരണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ഫിർഔൻ പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ റസൂല് ഭ്രാന്തനാണ്. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദർശപരമായി തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മുശ്രിക്കുകളും അവിടത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഭ്രാന്തൻ വാക്ക് മാത്രമാണ് ഇന്നക ലമജ്നൂൻ. അതിന് മറുപടി അറിയിക്കണില്ല, അത് തള്ളിക്കളയേണ്ടതാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞന കുത്തെന്ന് പറയുന്നത് പോലെയാണത്. അത് ഒരു കുടുങ്ങിയപ്പോൾ പറഞ്ഞാൽ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആദർശപരമായി തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാലും അവരുടെ ആ ആരോപണത്തിന് കാരണമായ പ്രശസ്തമായ നമ്മുടെ ഈ വിശുദ്ധമായ പ്രമാണം, വിശുദ്ധ ഖുർആൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം വകയല്ലെന്നും
അള്ളാഹു ഇറക്കിയതാണെന്നും ആ ഗ്രന്ഥം അള്ളാഹുത്തല സുരക്ഷിതമായി നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് 9-ാം വചനത്തിൽ ഈ ആയത്തിന് അള്ളാഹുത്തല ഒരു മറുപടി പറയുന്നുമുണ്ട്. ആകട്ടെ, അവരുടെ ഈ ജൽപ്പനം മറുപടി അർഹിക്കുന്നില്ല എങ്കിലും 9-ാമത്തെ ആയത്തിൽ അള്ളാഹുത്തല ഇങ്ങനെ ഒരു മറുപടി അതിന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കാം. 7-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയല്ലേ നീ? റസൂലായി നിയോഗിക്കപ്പെടുന്നത് മലക്കാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇത് പല ധിക്കാരികളും അവരുടെ പ്രവാചകന്മാരോട് തട്ടിവിട്ടിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലാണ് നീ എന്ന് വാദിക്കുന്നെങ്കിൽ നിന്നെ അംഗീകരിക്കാനും നിന്നെ പിന്തുണക്കാനും കുറച്ച് മലക്കുകൾ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ നിനക്ക്? അതാണ് മുശ്രിക്കുകളുടെ ചോദ്യം. ഇത് ദുർവാശിയാണ്. പല സ്ഥലങ്ങളിലും അള്ളാഹു ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആം 9-ാം ആയത്ത് ഉദാഹരണം. അടുത്ത 8-ാമത്തെ ആയത്തിലും അതിന് മറുപടി പറയുന്നുണ്ട്. നോക്കൂ, 7-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ മാ തഅതീനാ ബിൽ മലായികതി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ലൗ മാ തഅതീനാ, നീ എന്താണ് കൊണ്ടുവരാത്തത് ഞങ്ങളുടെ അടുത്തേക്ക്? ബിൽ മലായികതി, മലക്കുകളെ. ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ സത്യം പറയുന്ന ആളാണെങ്കിൽ, സത്യവാദികൾ ഉൾപ്പെടുന്നവനാണെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് മലക്കുകളെ കൊണ്ടുവരാത്തത് എന്താണ്? 8-ാമത്തെ ആയത്ത് നോക്കൂ, അതിന് മറുപടിയാണ്. എന്തുകൊണ്ട് മലക്കുകളെ കൊണ്ടുവരുന്നില്ല? ആ ചോദ്യത്തിന് മറുപടിയാണ് ഇനി പറയുന്നത്. അതായത് കുട്ടികളെ പോലെ ദുർവാശി പിടിച്ച് മലക്കുകളെ കാണണം എന്ന് പറയുമ്പോഴേക്ക് അവരെ ആ മലക്കുകളെ ഇറക്കാനൊന്നും പോകുന്നില്ല. അത് അള്ളാഹുവിൻ്റെ സമ്പ്രദായവും അല്ല. ന്യായമായ ചില കാരണങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അതിനുണ്ട്. മാത്രമല്ല, ഇനി അഥവാ അങ്ങനെ മലക്കുകൾ വരിക എന്ന് വെക്കുക, വരികയാണെങ്കിൽ തന്നെ ശിക്ഷയും കൊണ്ടായിരിക്കും അവർ വരിക. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും മറ്റും നശിപ്പിക്കാനെത്തിയത് മലക്കുകളായിരുന്നല്ലോ. മലക്കുകളെ അയച്ചെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അവർ വന്നാൽ ഈ ആളുകൾക്ക് സത്യത്തിലേക്ക് മടങ്ങാൻ സമയം ഉണ്ടാവോ? ഇല്ല, അവർ ശിക്ഷയുമായിട്ടാണ് വരിക. സത്യത്തിലേക്ക് മടങ്ങാൻ സാവകാശം ഇവർക്ക് കിട്ടൂല. ശിക്ഷയുമായി വരുന്ന മലക്കുകൾ ആ ദൗത്യം പെട്ടെന്ന് നടപ്പാക്കുക ചെയ്യുക, ചിന്തിക്കൂല. അതായത് എന്തെങ്കിലും ഒഴിവ് കഴിവ് കിട്ടി രക്ഷപ്പെടാമെന്ന് മുശ്രിക്കുകൾ ഗ്യാം വഹിക്കണ്ട. 8-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ് വമാ കാനൂ ഇദൻ മുൻദരീൻ. മാ നുനസ്സിലുൽ മലായിക, നാം മലായികത്തിനെ ഇറക്കാറില്ല, ഭൂമിയിലേക്ക് ഇറക്കാറില്ല, അയക്കാറില്ല. ഇല്ലാ ബിൽ ഹഖ്, ന്യായയുക്തമായ ആവശ്യവുമായല്ലാതെ. ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ന്യായയുക്തമായ ആവശ്യവുമായല്ലാതെ മലായിക്കത്തിനെ നാം ഭൂമിയിലേക്ക് അയക്കാറില്ല, ഇറക്കാറില്ല. ഞാൻ ഇറക്കിയാലോ ഒമാക്കാനോ ഇദൻ മുൻദരീൻ, ഈ നിഷേധികൾക്ക് അവധി ലഭിക്കുകയുമില്ല. ഇനി ഇറക്കിയാലോ ഒമാക്കാനോ അവരാവില്ല. ഇതൻ ആ സമയത്ത്, ഏത് സമയത്ത്? ഇറക്കുന്ന സമയത്ത് ഇറക്കിയാൽ മുൻദരീൻ, കാത്തു നിൽക്കപ്പെടുന്നവരാകില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവധി കിട്ടൂല, സമയം കിട്ടൂല എന്നർത്ഥം. അതോടെ കഥ കഴിയും. നിഷേധികൾക്ക് അവധി ലഭിക്കുകയും ഇല്ല. 9-ാമത്തെ ആയത്ത് നോക്കാം. പരിശുദ്ധ ഖുർആനിനോടുള്ള വെറുപ്പും അമർഷവുമാണ് ഇവരുടെ ഈ ധിക്കാരങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ കാരണം. അതുകൊണ്ടൊന്നും അവരങ്ങനെ കുറെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ കളിയാക്കി എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഖുർആൻ പിൻവലിക്കപ്പെടാൻ പോകുന്നില്ല. ഖുർആൻ വല്ല കേടുപാട് സംഭവിക്കോ? അതുമില്ല. അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം വകയല്ല, അത് അള്ളാഹു ഇറക്കിയതാണ്. അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അള്ളാഹു തആല ആ പരിശുദ്ധ ഖുർആനിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും തന്നെ ചെയ്യും. ഖുർആനിൻ്റെ സ്വീകാര്യതയും പവിത്രതയും മഹത്വമൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുന്ന ആളുകൾക്ക് സത്യവിശ്വാസം സ്വീകരിക്കാൻ ഈ ഖുർആൻ അല്ലാതെ വേറൊരു തെളിവും അന്വേഷിച്ച് പോകേണ്ടതില്ല. അതാണ്, താനാണത് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു തആല ആദ്യം പറയുന്നത്. ഞാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ദൈവികമായ മഹത്വം വിശുദ്ധ ഖുർആനിൽ മുഴുനീളെ കാണാം. വാക്കുകളിലുണ്ട്, ശൈലികളിലുണ്ട്, അതിൻ്റെ ഉള്ളടക്കത്തിലും ക്രമീകരണത്തിലുമുണ്ട്, അതിൻ്റെ സാഹിത്യതയിലും എല്ലാം വളരെ മികവുറ്റ ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ പുലർത്തുന്നത്. ഇന്നും ഖുർആനിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ ഗവേഷണം ചെയ്തും മനനം ചെയ്തും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അള്ളാഹു തന്നെ ഈ പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുമെന്നാണ് പിന്നീട് പറയുന്നത്. 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എല്ലാ ആളുകളും കിണഞ്ഞ് മെനക്കെട്ടിട്ടും ഓറിയന്റലിസ്റ്റ്, സയനിസ്റ്റ്, നിരീശ്വര, യുക്തിവാദി പ്രവൃത്തികൾ ഒന്നടക്കം ഈ ഗ്രന്ഥത്തിനെതിരെ ആയുധമെടുത്തിട്ടും നിരന്തരം എഴുതിയിട്ടും പരിശുദ്ധ ഖുർആൻ ഇന്നും അന്നും ഒരേപോലെ നിലനിൽക്കുകയാണ്, സുരക്ഷിതമാണ്. ഇത്ര പഴക്കമുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഇതേപോലെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. പൂർവികമായ ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ ചുമതല
അള്ളാഹു തആല ഏൽപ്പിച്ചിരുന്നത് അതാത് സമുദായങ്ങളെയും സമൂഹങ്ങളെയുമായിരുന്നു. പക്ഷേ അവരെന്താ ചെയ്തത്? അതിൽ മാറ്റത്തിരുത്തൽ വരുത്തി, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി, കൃത്രിമങ്ങൾ നടത്തി. പക്ഷേ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം ഉമ്മത്തിനെയല്ല അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്, അത് അള്ളാഹു സ്വന്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അവതാരകനായ അള്ളാഹു തന്നെ ഏറ്റെടുത്തിരിക്കുക. ലോകാവസാനം വരെ ഏതു വൻശക്തിയാണെങ്കിലും ശരി, പരിശുദ്ധ ഖുർആൻ ഒരു ഭേദഗതിയും വരുത്താൻ ആർക്കും സാധ്യമല്ല. 9-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ തീർച്ചയായും നാം, നഹ്നു നമ്മളാണ്, നസ്സൽന അവതരിപ്പിച്ചത്, അദ്ദിക്റ ഈ ഖുർആൻ, ഈ പ്രമാണം, വ ഇന്നാ തീർച്ചയായും നമ്മൾ, ലഹു ആ ഖുർആനിന്, ലഹാഫിളൂൻ സംരക്ഷിക്കുകയും ചെയ്യും, കാത്തുരക്ഷിക്കുകയും ചെയ്യും. നിശ്ചയം നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തുരക്ഷിച്ചു കൊള്ളുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആൻ കാത്തു സൂക്ഷിക്കുന്ന ഈ വാഗ്ദാനം അല്ലാഹു തആല തികച്ചും പാലിച്ചിട്ടുണ്ട്. ആരൊക്കെ അവിശ്വസിച്ചാലും, ആരൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയാലും, ശത്രുത പുലർത്തിയാലും, മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ എത്ര ടൈപ്പ് ഭിന്നിപ്പുകൾ ഉണ്ടായാലും ഖുർആൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സാക്ഷാൽ രൂപത്തിൽ അതേപോലെ നിലനിൽക്കുകയാണ്. ഇനി തുടർന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുക. മറ്റു ഗ്രന്ഥങ്ങളിലുണ്ടായ പോലെ കൈകടത്തലുകളോ തിരുത്തുകളോ മാറ്റത്തിരുത്തലുകളോ കൂട്ടിക്കുറക്കലുകളോ ഒന്നും പരിശുദ്ധ ഖുർആൻ സംഭവിക്കില്ല. വേദഗ്രന്ഥങ്ങളടക്കം മറ്റൊരു ഗ്രന്ഥത്തിനും ലഭിക്കാത്ത ഒരു പ്രത്യേക വാഗ്ദാനമാണിത്. പരിശുദ്ധ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നതിന് വേറെ തെളിവ് നോക്കേണ്ട കാര്യമില്ല. അല്ലാഹു തആല ഇറക്കിയ ഈ ഖുർആൻ ഒരു ദൈവികമായ ഗ്രന്ഥമാണ് എന്നതിന് പ്രത്യേക തെളിവ് കൂടിയാണ് 9-ാമത്തെ അധ്യായം. ഖലീഫ മഅ്മൂനിൻ്റെ സദസ്സിൽ, വൈജ്ഞാനിക സദസ്സിൽ യോഗ്യനായൊരു ജൂതൻ ഒരിക്കലെത്തിയത്രേ. അയാളുടെ കഴിവും സാമർത്ഥ്യമൊക്കെ മനസ്സിലാക്കി ഖലീഫ സദസ്സ് പിരിഞ്ഞ ശേഷം അയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങളൊരു ജൂതനാണോ? അതെ. നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരോധിക്കാം, നിങ്ങൾ നല്ല കഴിവുള്ള യോഗ്യനായ മനുഷ്യനാണല്ലോ. അയാൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ പഴയ മതം തന്നെ മതി, എൻ്റെ പൂർവികരുടെ മതം മതി. അയാൾ അവിടുന്ന് പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം ഇയാൾ മുസ്ലിമായ ശേഷം ഇയാൾ ഇതേ സദസ്സിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. അവിടുന്ന് പോയിട്ട് പിന്നെ അയാൾ മുസ്ലിമായി. പിന്നെ അയാൾ ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും ആ സദസ്സിലേക്ക് വരികയാണ്. ആ ഖലീഫ മഅ്മൂന്റെ സദസ്സിൽ വന്ന് സജീവമായ ചർച്ചകളിൽ പങ്കെടുത്ത് പിന്നെ സദസ്സ് പിരിഞ്ഞു പോയ ശേഷം മഅ്മൂൻ അയാളെ വിളിച്ചു, നിങ്ങളല്ലേ മുമ്പ് ഇവിടെ വന്നിരുന്നത്? അതെ. നിങ്ങൾ പിന്നെ ഇവിടുന്ന് പോയിട്ട് മുസ്ലിമായിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത്, എന്താണ് നിങ്ങൾ മുസ്ലിമാവാൻ കാരണം? അതിൻ്റെ നിമിത്തം എന്താണ്? അപ്പോൾ അയാൾ ആ കഥ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞാലോ, അന്ന് ഞാൻ നിങ്ങളുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയ ശേഷം ഈ മതങ്ങളെയെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഞാൻ നല്ലൊരു കലാകാരനാണെന്ന് നിങ്ങൾക്കറിയാലോ, നന്നായി പകർത്തി എഴുതാൻ കഴിയുന്ന റസ്സാമാണ് ഞാൻ, നന്നായിട്ട് ചിത്രം വരക്കാൻ കഴിയുന്ന, എഴുതാൻ കഴിയുന്ന, പകർത്തി എഴുതാൻ കഴിയുന്ന, കോപ്പിറൈറ്റൊക്കെ എഴുതാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്ത് ചെയ്തു? ആദ്യം തൗറാത്തിൻ്റെ 3 കോപ്പികൾ വളരെ സുന്ദരമായി എഴുതിയുണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ ചില ഭേദഗതികൾ വരുത്തി. ഞാൻ എൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഞാൻ അതുമായി സിനഗോഗിൽ പോയി. അവിടെ പോയപ്പോൾ എന്താ, അവർ പൈസ തന്നത് വാങ്ങി, അവരത് വാങ്ങി വെച്ചു, പൈസ തന്നു. പിന്നീട് ഞാൻ ബൈബിൾ പുതിയ നിയമത്തിൻ്റെ, അതായത് ഇഞ്ചീലിൻ്റെ 3 കോപ്പികൾ വളരെ ആകർഷകമായി നല്ല രൂപത്തിൽ അടിച്ച് ഉഷാറാക്കി എഴുതി ഉണ്ടാക്കിയിട്ട് അതിലും കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ട് ഞാൻ എന്താക്കി, അത് ചർച്ചിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരും അത് വാങ്ങി എനിക്ക് പൈസ തന്നു. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ 3 പ്രതികൾ ചിലതൊക്കെ കൂട്ടിയിട്ടും ചിലതൊക്കെ കുറച്ചിട്ടും ഞാൻ വളരെ സുന്ദരമായി എഴുതി തയ്യാറാക്കി. അതുമായി ഞാൻ മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് ചെന്നു. അവരതിങ്ങനെ മറിച്ചു നോക്കിയിട്ട് ആ ഭേദഗതികൾ കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞു. ഈ അനുഭവം എനിക്ക് പഠിപ്പിച്ചു തന്നു എന്ത്, പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമായ ഒരു ഗ്രന്ഥമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിമായത്. അല്ലേ? ഈ 9-ാമത്തെ ആയത്തിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണ്, അല്ലേ? മാഷാ അല്ലാഹ്. ഇനി നമ്മൾ 10ഉം 13ഉം ആയത്തുകളിലേക്ക് കടക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ നിശേഷം തളർന്നു പോകുന്ന അത്രയും കഠിനമായ പരിഹാസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കും.
സമാധാനിപ്പിക്കും. പ്രവാചകന്മാരുടെയും നിഷേധികളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഒരു സാധാരണ സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ ഒന്നും അന്നത്തെ നിഷേധികളാരും പരിഹസിക്കാതിരുന്നിട്ടില്ല. അവർ പരിഹസിച്ചു, കളിയാക്കി, കൂക്കി വിളിച്ചു, മർദ്ദിച്ചു, പലരെയും കൊന്നു കളയുക വരെ ചെയ്തു. ആ രീതി തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും പിന്തുടരുന്നത്. അവരെപ്പോലെ ദുർവാശിയും നിഷേധവും അഹന്തവും ഒക്കെ ഇവരുടെ തലയിൽ കയറിയിരിക്കുകയാണ്. ഇത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല സത്യവിശ്വാസം അടിച്ചേൽപ്പിക്കുക പതിവില്ല. നിഷേധത്തിലും പരിഹാസത്തിലും മുഴുകിക്കൊണ്ടിരിക്കാൻ തന്നെ അവരങ്ങോട്ട് വിടും. പിന്നീട് അവരെ പിടികൂടുകയും ചെയ്യും. ഏത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും സത്യവിശ്വാസം സ്വീകരിക്കാൻ ഈ ആളുകൾ തയ്യാറാകില്ല. പൂർവ്വകാല നിഷേധികളുടെ ചരിത്രം ഇവരുടെ കൺമുമ്പിലുണ്ട്. ഇവർക്കറിയാം അതൊക്കെ. അവർക്കെതിരെ അല്ലാഹു തആല എടുത്ത നടപടികളെക്കുറിച്ച് ഈ സമൂഹത്തിന് ശരിക്കറിയാം. അഹന്ത മുഴുത്തപ്പോൾ ആ സമൂഹങ്ങളെല്ലാം ഉന്മൂലനാശത്തിന് വിധേയരാവുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ മക്കാ മുശ്രിക്കുകൾ അവിശ്വാസവും ധിക്കാരവുമായി തുടരുകയാണ്. ഇവർക്കെതിരെയും അതുപോലെ അല്ലാഹു തആല ചില നടപടികൾ എടുക്കും, തക്ക സമയത്തെടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10 മുതൽ 13 വരെയുള്ള ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ ലാ യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. വലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലിക, അങ്ങയുടെ മുമ്പും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഫീ ശിയഇൽ അവ്വലീൻ, പൂർവിക സമുദായങ്ങളിൽ. ഷിയ എന്ന് പറഞ്ഞാൽ സമുദായങ്ങൾ, അവ്വലീൻ പൂർവിക നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് മുമ്പ് പൂർവിക സമുദായങ്ങളിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായിരുന്നു അവരുടെ നിലപാട്? ഏതൊരു റസൂൽ വരുമ്പോഴും അവരദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടേ ഇല്ല. റസൂൽ, അവർക്കൊരു പ്രവാചകനും വന്നിട്ടില്ല. ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചുകൊണ്ടിരുന്നിട്ടല്ലാതെ. എല്ലാവരെയും അവർ പരിഹസിച്ചു നിർത്തും. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, അപ്രകാരം അവരുടെ ഹൃദയങ്ങളിലേക്ക് സത്യനിഷേധം കടത്തിവിട്ടതുപോലെ ഈ കുറ്റവാളികളുടെ ഹൃദയങ്ങളിലേക്കും നാം അത് സന്നിവേശിപ്പിക്കും. ഏത് മുൻകഴിഞ്ഞ സംഭവങ്ങളില്ലേ, അവരുടെ ഹൃദയങ്ങളിലേക്ക് സത്യനിഷേധം കടത്തിവിട്ടതുപോലെ ഈ മക്കയിലെ മുശ്രിക്കുകളുടെ മക്കയിലെ മുശ്രിക്കുകളായ കുറ്റവാളികളുടെ ഹൃദയത്തിലേക്കും നാം അത് സന്നിവേശിപ്പിക്കും. കദാലിക, അതുപോലെ, അപ്രകാരം. എപ്രകാരം? മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സത്യനിഷേധം കടത്തിവിട്ടതുപോലെ നസ്ലുകുഹു, നാം അതിനെ കടത്തിവിടും, സന്നിവേശിപ്പിക്കും. ഫീ ഖുലൂബിൽ മുജ്രിമീൻ, ഈ കുറ്റവാളികളുടെ ഹൃദയത്തിലും. എന്ന് പറഞ്ഞാൽ അവരതിൽ മുഴുകിപ്പോയത് കൊണ്ട് ഇനി അവർക്ക് ഹിദായത്ത് കിട്ടാൻ പ്രയാസമാണ് എന്നർത്ഥം. ലാ യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. ലാ യുഅ്മിനൂന ബിഹി, ഈ ഖുർആനിൽ അവർ വിശ്വസിക്കുന്നില്ല. വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ, മുൻഗാമികളുടെ ചര്യ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും. വഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും. സുന്നത്തുൽ അവ്വലീൻ, മുൻഗാമികളുടെ ചര്യയും ചരിത്രമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം. യാത്ര പോകുന്ന വഴി അതാണ്. എന്നിട്ടും അവർ വിശ്വസിക്കണില്ല. അതവരതിൽ ആണ്ടുപൂണ്ട് പോയത് കൊണ്ടാണ്. അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടക്കൂല. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. നസ്ലുകുഹു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സന്നിവേശിപ്പിക്കുക, പ്രവേശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. 14-15 ആയത്തുകൾ നോക്കാം. സത്യം മനസ്സിലാകാത്തത് കൊണ്ടാണോ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിക്കളയുന്നത്? അല്ല, അതാണ് ഞാൻ അല്ലാഹു തആല പറയുന്നത്. അവരുടെ നിഷേധത്തിൻ്റെ കടുപ്പം മനസ്സിലാക്കി തരിക കൂടി ചെയ്യുന്നുണ്ട്. അത്യത്ഭുതകരമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ പോലും അവർ വാക്കുമാറും. ആകാശത്തേക്ക് കയറിപ്പോകാൻ ഒരു കോണിയും കവാടവും ഒരുക്കി കൊടുത്തു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവർ കയറിപ്പോയി നോക്കുക. അവരെന്താ പറയാ? അങ്ങനെ കയറിപ്പോയി എല്ലാം കണ്ടാലും അവർ പറയും, ഞങ്ങൾ കൺകെട്ടിനും ആഭിചാരത്തിനും വിധേയരായിരിക്കുകയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. എന്നിട്ട് അവർ കൊണ്ടു നിൽക്കാറുണ്ട് വരും. അതായത് പ്രപഞ്ചത്തിലെ കേവലം ഒരു മൂലയായ ചെറിയൊരു ഭാഗമായ ഈ ഭൂമിയിൽ താമസിക്കുന്ന ഈ നിഷേധിയ സമൂഹത്തിന് ആകാശലോകത്തേക്ക്, പ്രപഞ്ചത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള അവസരമുണ്ടായി എന്ന് വെക്കുക, സങ്കല്പിക്കുക. ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് ആകാശത്തേക്ക് അവർക്കൊരു വാതിൽ തുറന്നു കൊടുത്തു. എന്നിട്ട് അവരതിൽ കയറിപ്പോയി എന്നൊക്കെ കരുതാം. എന്തെല്ലാം അവർക്ക് കാണാൻ കഴിയുക? പടുകൂറ്റൻ നക്ഷത്രങ്ങൾ ഭ്രമണപഥലിങ്ങനെ കറങ്ങാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ഗാലക്സികളുണ്ട്. ഇതെല്ലാം എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് സഞ്ചരിക്കുന്നത്.
നക്ഷത്രങ്ങൾക്കാകട്ടെ ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, വാൽനക്ഷത്രങ്ങളുണ്ട്, പറക്കും തളികകളുണ്ട്, ഉൽക്കകളുണ്ട്. ഇങ്ങനെ എന്തൊക്കെ ദൃശ്യങ്ങളാണ് അവർ കാണുക. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ലബോറട്ടറികളിൽ ഇരുന്ന് കാണുന്നുണ്ട് എന്നതുകൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. ആട്ടെ, അങ്ങനെ ഈ കാഫിര്യങ്ങൾക്ക് ഒരു ആകാശ ലോക പര്യടനത്തിന് അവസരം ലഭിച്ച് അത് കഴിഞ്ഞ് അവർ തിരിച്ച് ഭൂമിയിലേക്ക് വന്നാൽ അവർക്ക് മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അവരതൊന്നും അംഗീകരിക്കുക. അവരെന്താ പറയാ? ഇതൊന്നും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണെന്ന് അവർ അംഗീകരിക്കില്ല. അവർ പറയും ഇതൊന്നും യാഥാർത്ഥ്യമല്ല, നമ്മളേതോ കൺകെട്ടിൽപ്പെട്ടിരിക്കുകയാണ്, നമ്മളേതോ മാരണത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പ്രതികരിക്കും. എന്നാൽ അനുഭവത്തിലൂടെ കണ്ട സത്യം പോലും സമ്മതിക്കാൻ അവർ തയ്യാറല്ല എന്നർത്ഥം. നോക്കാം 2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ് സമാഇ ഫളല്ലൂ ഫീഹി യഅറുജൂൻ ലഖാലൂ ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. വലൗ ഫതഹ്നാ അലൈഹിം, നാം അവർക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ബാബൻ മിനസ് സമാഇ, ആകാശത്തു നിന്നൊരു വാതിൽ, ആകാശത്തൊരു വാതിൽ തുറന്നു കൊടുത്ത് കയറിപ്പോവാൻ എല്ലാ അവസരങ്ങളും അവർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, എന്നിട്ട് ഫളല്ലൂ ഫീഹി യഅറുജൂൻ, അതിലൂടെ അവർ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വെക്കുക. വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് അവർക്ക് നാം ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും എന്നിട്ട് ഫളല്ലൂ, അവർ ആയിക്കൊണ്ടിരിക്കുന്നു, ഫീഹി, ആ വാതിലിലൂടെ, യഅറുജൂന, കയറിപ്പോകുന്നവരായിക്കൊണ്ടിരിക്കുന്നു എന്നും സങ്കല്പിക്കുക. അങ്ങനെ അവിടെ പോയിട്ടൊക്കെ കണ്ടാൽ യഅറുജൂൻ എന്ന് പറഞ്ഞാൽ കയറിപ്പോകുക കേട്ടോ. ലല്ലു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക എന്നർത്ഥം, അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. ലഖാലു, അങ്ങനെ അവർ പോയി അവിടെയൊക്കെ കണ്ടാൽ എന്താ പറയാ? ലഖാലു, അവർ പറയും ഇന്നമാ സുക്കിറത് അബ്സാറുന, തീർച്ചയായും ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് മത്ത് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് കൺകെട്ട് ബാധിച്ചിരിക്കുന്നു. സുക്കിറത്ത്, മത്ത് പിടിക്കുന്ന ശരിക്കും ആ പദം പ്രയോഗിക്കുക. ഞങ്ങളെ കണ്ണുകൾക്ക് എന്തോ ഒരു മയക്കം, ഒരു മത്ത് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കണ്ണുകൾ കൺകെട്ട് ബാധിച്ചിട്ടുണ്ട്. ബൽ എന്നല്ല, അല്ല, നഹ്നു, ഞങ്ങൾ, ഖൗമുൻ മസ്ഹൂറുൻ, ആഭിചാരത്തിന് വിധേയരായ ആളുകളാണ്. എന്നാണ് ആരോ ഞങ്ങൾക്ക് സിഹർ ചെയ്തതാണ്, അതാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറുൻ, അല്ല, ആഭിചാരത്തിന് വിധേയരായ ആളുകളാണ് ഞങ്ങൾ. തട്ടിവിടുക, അങ്ങോട്ട് ശരിക്ക് കണ്ടിട്ട് അനുഭവത്തിൽ കണ്ടിട്ട് നിഷേധിക്കും. 1961 ഏപ്രിൽ 12 ബഹിരാകാശത്തെത്തിയ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ യൂറി ഗഗാറിൻ, അയാൾ അന്ന് പറഞ്ഞത്രേ, ഞാൻ അവിടെയൊന്നും ദൈവത്തെ കണ്ടില്ല എന്ന്. അള്ളാഹുത്തല പറഞ്ഞതുമായി തട്ടിച്ചു നോക്കൂ, എത്ര കൃത്യമാണല്ലേ. യാ അല്ലാഹ്, ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഞങ്ങൾക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം തമ്പുരാനെ. ആഖിറത്തിലേക്ക് അത് വരവ് നോക്കണേ. അള്ളാഹു ഉമ്മാക്കും വാപ്പാക്കും ഉസ്താദുമാർക്കും മുഫസ്സിരീങ്ങൾക്കും ദുആവൻ വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യണം തമ്പുരാനെ. രോഗങ്ങൾ ശിഫയാക്കണം, ആപത്തുകളത്തോട് കാത്തുരക്ഷിക്കണം. അല്ലാഹ് ദീർഘായുസ്സും ആഫിയത്തും നൽകണം തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ പഠിച്ചു പൂർത്തിയാക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا ولاساتذتنا وللمؤمنات اللهم قنا واياهم شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ ക്ലാസ്സിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുകയും വേണം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.